നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ചാണ്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധിയായതിൽ ഏറ്റവും വലിയ ആ, അസംഭവ്യമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരാൾക്ക് സ്വന്തമായിട്ട് സമാധിയാവാൻ കഴിയുമോ എന്നാണ്. ഒരാൾക്ക് അയാളുടെ ഹൃദയം തന്നെ നിർത്താൻ ഒരു കാരണവശാലും കഴിയില്ല. ഇദ്ദേഹത്തിന്റെ മകൻ പറയുന്നത് സർവ്വ എനർജികളെയും അദ്ദേഹം ഇങ്ങനെ ആവാഹിച്ച് ആവാഹിച്ച് വന്ന് 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 നെറുകന്തലയിൽ നിന്ന് മുകളിലേക്ക് പോയി എന്നാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം ഹൃദയത്തിന്റെ പ്രവർത്തനം, തലച്ചോറിന്റെ പ്രവർത്തനം ഇതൊന്നും സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളല്ല. അത് ചിലപ്പോൾ ആ, ഏത് സമയത്ത് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നിന്നു പോവും. ആ, അതുപോലെ ചിലപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇത് കൺട്രോൾ ചെയ്ത് എല്ലാം ചെയ്യാൻ കഴിയുമെന്നൊക്കെ മകൻ പറയുന്നു. അങ്ങേരുടെ ഷുഗറും അങ്ങേരുടെ പ്രഷറും പോലും അത് അങ്ങേർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിന് അങ്ങേര് മെഡിസിനും ഇൻസുലിനും ഒക്കെ എടുത്താണ് അങ്ങേര് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. അച്ഛന് ഭയങ്കരമായ ശക്തി ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരാളാണ് പോയിരുന്ന് ഏതാണ്ട് ദളപത്മത്തിലോ ദളപീഠത്തിലോ അങ്ങനെ കണ്ട് പോയിരുന്ന മുഴുവൻ ആവാഹിച്ച് ആവാഹിച്ച് കൊണ്ടുവന്ന് വയറിലൂടെ ഓരോ ഭാഗങ്ങളും നിർത്തി നിർത്തി വന്ന് ലാസ്റ്റ് മുകളിൽ കൂടെ ആത്മാവ്. ഇത് ഒരു കാരണവശാലും സംഭവിക്കുന്ന കാര്യമില്ല. കാരണം ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് മരിക്കാൻ സാധിക്കില്ല. അങ്ങനെ സ്വന്തം ഹൃദയം ഒരാൾക്ക് നിർത്താൻ പറ്റുന്നതാണെങ്കിൽ എന്ത് എളുപ്പമുണ്ട്. ആത്മഹത്യ എന്ന് വിചാരിക്കുമ്പോൾ അതങ്ങ് നിർത്തിയാൽ മതിയല്ലോ. പക്ഷെ ഇത് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അത് ആത്മഹത്യയായിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്. അങ്ങനെ മരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇതുപോലെ തന്നെയുള്ള ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഒരു വിശ്വാസമാണ് കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുക എന്ന് പറയുന്ന പോലെ. ഇത് ഒരു കാലത്തൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. ചിലർക്ക് ചില കുടുംബത്തിന് കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കാൻ കഴിയും. പല ആളുകളും ഒന്ന് വിശ്വസിക്കുന്നുണ്ട്. ഏതൊരു സിനിമ സ്വാൻസികയോ അങ്ങനെ ആരോ പറഞ്ഞു കേട്ടു അവരുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. ഇതൊക്കെ ആളുകൾ പറഞ്ഞു പറഞ്ഞ് കേൾപ്പിക്കുന്നതാണ്. ഈ പറയുന്ന സമാധി എന്ന് പറഞ്ഞാൽ ഓരോ ആളുകാരും മരിക്കുമ്പോൾ പറയുന്നു. ഇപ്പൊ സന്യാസി മരിക്കുന്നതിന് സമാധി എന്ന് പറയുന്നു. ഇപ്പൊ രാഷ്ട്രീയക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ നാട് നീങ്ങി എന്ന് പറയുന്നു. അങ്ങനെയുള്ള കലാകാരനാണ് മരിക്കുന്നതെങ്കിൽ അരങ്ങൊഴിഞ്ഞു എന്ന് പറയുന്നു. വക്കീലാണ് മരിക്കുന്നതെങ്കിൽ വാദം പൂർത്തിയാക്കി എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ പറയും. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർ മരിച്ചു എന്ന് പറയണം. ഇപ്പൊ ആനയാണെങ്കിൽ ചെരിഞ്ഞു എന്ന് പറയണം. ഇതുപോലെ ഒരു സന്യാസി ആണെങ്കിൽ സമാധി ചെയ്തു എന്ന് പറയുന്നു. അത് സായും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സന്യാസിക്ക് സമാധി കോമ്പിനേഷൻ ആയിട്ട് വന്നത്. അല്ലാതെ ഒരാൾ അവിടെ പോയിരുന്നു എന്നിട്ട് അയാള് ദളപത്മത്തിൽ ഇരുന്ന ഇതൊക്കെ ഇന്നത്തെ കാലത്ത് മനുഷ്യന് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ രീതി എത്ര താഴേക്ക് പോകുന്നു എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഈ മക്കളെന്ന് പറയുന്ന ആളുകൾക്ക് മാക്സിമം 50 വയസ്സ് താഴെയുള്ള ആളുകളാണ്. അവർ പോലും ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം എത്ര പിന്നോട്ടാണ് പോകുന്നത് ചിന്തിക്കേണ്ടത്. നമ്മുടെ ഇങ്ങനെയാണ്. അപ്പോൾ വടക്കേന്ത്യക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? എന്തായാലും ഇത് ഭയങ്കര സംഭവമാണ്. പക്ഷെ ഇയാളുടെ കല്ലറ പൊളിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ഇയാളുടെ തല അവരുടെ മടിയിലായിരിക്കും ചിലപ്പോൾ ഇരിക്കണം. മക്കൾ തല വെട്ടി വെച്ചോന്ന് അറിയത്തില്ല. കാരണം ഈ അന്ധവിശ്വാസത്തിന്റെ കൂടാണ് ഇവര്. കാരണം ഈ തള്ളയ്ക്കോ ഈ മക്കൾക്കോ ആർക്കും യാതൊരു രീതിയിലുള്ള വിഷമവുമില്ല. സ്വന്തം ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിഷമവും കാര്യങ്ങളും എല്ലാം കാണും. പിന്നെ ഇവർ നാട്ടുകാരെ ആരെയും വിളിച്ചില്ല എന്നാണ്. പക്ഷെ ഇയാൾക്ക് പൂജാരിയാണ്. ഇയാൾ വേറെ പൂജാരികളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അവരെ വിളിക്കാലോ അശുദ്ധമാക്കാണ്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ പോലും ഇവർ ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിക്കും സംശയാസ്പദമായ കാര്യം തന്നെയാണ്. ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ചു പിടിക്കുന്നു. ഇവർ നടത്തിയ കൊലപാതകവും കാര്യങ്ങളും അല്ലെങ്കിൽ പൂജയുടെ പേര് നരഹത്യാണോ എന്നെങ്ങനെ നരബലിയാണോ എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നരബലി നടത്തിയതിനു ശേഷമായിരിക്കും ചിലപ്പോൾ ഇയാളെ അവിടെ കൊണ്ടിരുത്തി ഇതിന്റെ ഈ അമ്പലം നന്നാവാൻ വേണ്ടി അതുകൊണ്ട് കാശുണ്ടാക്കാൻ വേണ്ടിയൊക്കെയായിരിക്കും ചിലപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇതൊരു അസ്വാഭാവിക മരണമാണ്. സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമല്ല. അസ്വാഭാവിക അൺനാച്ചുറൽ ഡെത്ത് നടന്നു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം കമ്പൽസറി ആണ്. അത് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ്. മകനും ഭയങ്കര പൂജയൊക്കെ അറിയാവുന്നതാണല്ലോ. ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഡേറ്റ മാറ്റുന്ന രീതിയിൽ അച്ഛന്റെ ശക്തി എല്ലാം കൂടെ ഒരു തേങ്ങയിലോ അല്ലെങ്കിൽ കുടത്തിലോ ആവാഹിക്കുക മാറ്റി വയ്ക്കാണ്ട് പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ പിന്നെ അതെല്ലാം കൊണ്ട് തിരിച്ചു വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ചെയ്യാമല്ലോ. ഹിന്ദു പുരാണങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ചെയ്യുക. ഈ മനുഷ്യൻ വന്ന അന്ധവിശ്വാസം വന്ന് ഒരു രീതിയിലും ഒരു സമൂഹം മുമ്പോട്ടേക്ക് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. എല്ലാ മതത്തിലും ഇതുണ്ട്. ക്രിസ്ത്യാനികളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛന്മാർ തമ്മിൽ അടി, ജനാഭിമുഖ കുർബാന വേണം, അല്ലാത്ത കുർബാന വേണം എന്ന് പറഞ്ഞാൽ. മുസ്ലിങ്ങളാണെങ്കിൽ ഇന്ത്യ മുഴുവൻ വഖഫിന്റെ എന്ന് പറഞ്ഞാൽ അവർ നടക്കണം. ഇത് വന്ന് ഇന്ത്യ മൊത്തം പ്രാധാന്യമായി മാറിയേക്കുമെന്ന് എനിക്ക് തോന്നി. സാധാരണ മനുഷ്യർക്കും അത്യാവശ്യം ചിന്തിക്കുന്ന മനുഷ്യർക്കും നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇത് നടപടി എടുക്കണം. ഇനി ശക്തമായി എടുക്കണം. അയാൾ മരിച്ചത് എങ്ങനെയാന്ന് പറയണം. ഇത് 11:30 മരിച്ചു എന്നാണ് ഇവർ മൊഴി പറഞ്ഞിരിക്കുന്നത്. 11:30 മരിച്ചത് എന്നൊക്കെ ചിന്തിക്കണം. കാരണം ഇപ്പൊ ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞാൽ അവർ ചാട്ടുണ്ട്. ഇവർക്ക് യാതൊരു ബോധമില്ലാത്ത മനുഷ്യരാണെന്ന് ഓർക്കണം. ഇവരുടെ സാധാരണ വിവരമുള്ള മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്തായി തീരും എന്ന് ഓർക്കണം. അപ്പൊ അടുത്ത തലമുറയുടെ അവസ്ഥ എന്തായി തീരും ഇന്ത്യയിലത്തുള്ളത്. ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ.
കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു നരബലി നടന്ന്. ഈ വർഷത്തെ ഇത് സമാധി ആയെങ്കിൽ അയാൾക്കൊരു കാര്യം ചെയ്യാലോ. അച്ഛൻ ഇരുന്നു സമാധിയായി, വേറെ ആരെയും വിളിക്കണ്ട. അടുത്തുള്ള വേറെ അമ്പലത്തിലെ പൂജാരിമാരെ വിളിക്കാലോ. ഇയാൾ തന്നെ എല്ലാം ചെയ്യണമെന്നില്ലല്ലോ. ഇത് ആ മൊത്തം അറിഞ്ഞ് 2 മക്കളും അറിഞ്ഞു, ഭാര്യ അറിഞ്ഞു, അവരുടെ വീട്ടുകാരും മാത്രം അറിഞ്ഞു. വേറെ ഒരു മനുഷ്യർ അറിഞ്ഞിട്ടില്ല. അയാൾക്ക് സഹോദരനോ സഹോദരി ആരാണ്ടോ എല്ലാം ഉണ്ട്, അവരുടെ മക്കളുണ്ട്, ഇവരാരും അറിഞ്ഞിട്ടില്ല. പിന്നെ അവിടുത്തെ ആ പരിസരങ്ങളിലുള്ള അമ്പലത്തിൽ ഏതെങ്കിലും വേറൊരു പൂജാരിനെ വിളിച്ച് ഈ കർമ്മങ്ങൾ നടത്തി കഴിഞ്ഞാൽ അയാളെങ്കിലും കാണില്ല. ഇത് ആരും അറിഞ്ഞിട്ടില്ല. പോസ്റ്റർ പറഞ്ഞു, പിന്നെ ഈ ഒരു കല്ല് കെട്ടി വെച്ചിരിക്കുന്ന സംഭവങ്ങളായിരിക്കും. ഇനി അയാൾ വല്ലോ മീൻ വെട്ടാനിരുന്ന കല്ലേ പോയിരുന്നപ്പോ ഈ മകൻ തല്ലിക്കൊന്നിട്ട് അതിന്റെ പുറത്ത് വാർക്ക് വെച്ചാണെന്ന് ആർക്കറിയാം. എന്തെല്ലാം സംഭവങ്ങളാണ് ഇത് പോലീസുകാർക്ക് ഇത് അഴിഞ്ഞിട്ട് അന്നല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഇത് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതായിരുന്നത്. ഇതിപ്പം കേരളത്തിന്റെ അവസ്ഥ ഭയങ്കരമാണ്. ഈ രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ നിലവാരമില്ലായ്മ തന്നെയാണ്. 18 വയസ്സ് വരെയെങ്കിലും പിള്ളേരെ ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം പഠിപ്പിക്കണം. എന്നതിന് ശേഷം പിന്നെ മതത്തിൽ വേണമെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. ഈ മതം എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടിയൊക്കെയാണ്, അല്ലാതെ അതിനു വേണ്ടി ഒരു സംഭവം ശാസ്ത്രീയതയൊന്നുമില്ല. ഇതിങ്ങനെ ഓരോന്നെ ആരോപിച്ച് മനുഷ്യന്റെ ജീവിതം തന്നെ ദുസ്സഹമാകുന്ന രീതിയിലേക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ് ഇത് അയാള് അത് ആ വീട്ടിൽ ആർക്കും തന്നെ വരില്ല. ആ തള്ളയ്ക്കൊരു വിഷമമില്ല, മകന് വിഷമമില്ല, മരുമകൾക്ക് വിഷമമില്ല, ആർക്കും വിഷമമില്ല. ഇത് അച്ഛൻ തന്നെ ലയിച്ചു എന്നാണ് പറയുന്നത്, സമാധിയായി എന്ന് പറയുന്നത്. എന്ത് സമാധി? എന്തായാലും പോലീസ് എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ടതാണ്.